ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. അതായത് ലാസ്റ്റ് 5 ഡേയ്സിൽ ലാസ്റ്റ് വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ ട്രേഡ്സ് ആണ് എടുത്തത് എന്നുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജേണൽ ഒന്ന് ചെക്ക് ചെയ്യാം. എന്താണ് സിറ്റുവേഷൻ നോക്കാൻ ജേണലിലുള്ള അവസ്ഥ. അപ്പോൾ എൻ്റെ ഈ ജേണലിൻ്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും നോക്കണമെങ്കിൽ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ള ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന 3 റൂൾസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതായത് ചലഞ്ച് റൂൾസ്. ഓക്കെ, 2 ട്രേഡ്സ് പെർ ഡേ, അതുപോലെ തന്നെ എന്താണ് 2% പെർ റിസ്ക്, 2% പെർ ടാർഗറ്റ്. ഓക്കെ, അതായത് പെർ ഡേ ടാർഗറ്റ്, അതെല്ലാം പെർ ഡേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്ട്രാറ്റജി, മെത്തേഡ്സ്, കാര്യങ്ങൾ ഇറ്റ് ഡിപ്പെൻസ്. ഓരോ ആൾക്കാരുടെ സ്ട്രാറ്റജി അനുസരിച്ച് എന്ത് ചെയ്യാം, മാറി മാറി വരാം. ഓക്കെ, ഇനി ജേണലിലോട്ട് പോവാം. ജേണലും ചാർട്ടൂടെ കമ്പയർ ചെയ്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ എടുത്തിരുന്ന ട്രേഡ് ആദ്യം തന്നെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു അടിച്ചിരുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, സെഷൻ ഏഷ്യയിലാണ്. എല്ലാ ട്രേഡ്സും ഗോൾഡാണ്. ഓക്കെ, ഗോൾഡ് ഉള്ളിയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ സെഷൻ ഏഷ്യ ആയിരുന്നു, ബൈ പൊസിഷൻ ആയിരുന്നു എടുത്തിരുന്നത്. ഫസ്റ്റ് ട്രേഡ് $45 ലോസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ട്രേഡ് ചാർട്ടിലൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡിമാൻഡ് ഏരിയ ഉണ്ടായിരുന്നു. 1 അവർ 4 അവർ ഏതെടുത്താലും ഒരു പ്രോപ്പർ ഡിമാൻഡ് ഉള്ളൊരു ഏരിയ മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഏഷ്യ സെഷനിൽ തന്നെ മാർക്കറ്റ് അവിടെ മിറ്റിഗേറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു എൻട്രി പുഷ് ചെയ്തത്. അപ്പോൾ ആ ഒരു എൻട്രി ഇവിടെ എന്താണ്, ആ ഒരു സോൺ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡ് കളറിൽ. ആ സോൺ വന്ന് മിറ്റിഗേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, റിജക്ഷൻ വന്ന ടൈമിൽ ആ ഒരു റിജക്ഷൻ ക്യാൻഡിലിൻ്റെ ലോയിലാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. അതായത് ഈ ഒരു യെല്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, എന്ത് ചെയ്തു, മാർക്കറ്റ് സോണ് വയലേറ്റ് ചെയ്തു, റിജക്റ്റ് ചെയ്തു. തിരിച്ച് മാർക്കറ്റ് വന്നപ്പോൾ ഇവിടെ എക്സിക്യൂഷൻ നടത്തി. പക്ഷേ അതെന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതായത് ഒരു ഫേക്ക് ഔട്ട് ആയിരുന്നു അത്. വീണ്ടും മാർക്കറ്റ് ചെറിയൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് നേരെ വന്ന് ഫേക്ക് ഔട്ട് ആയി അല്ലേ. അപ്പോൾ ഈ 2 ട്രേഡ്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു വീഡിയോ ആയിട്ട് മൺഡേയിലെ അപ്ഡേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുണ്ട്, അത് വേണേൽ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലെ രണ്ടാമത്തെ ട്രേഡും അതേ ഏരിയ തന്നെ ആയിരുന്നു. അത് ഫുള്ളൊന്ന് സ്വീപ്പ് കഴിഞ്ഞിട്ട്, അതായത് 5 മിനിറ്റിൽ ഫുള്ള് സ്വീപ്പ് കഴിഞ്ഞിട്ട് ലണ്ടൻ സെഷനിലായിരുന്നു. അതായത് ഫസ്റ്റ് ലോയും എല്ലാ ലെവലും ഒന്ന് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഷിഫ്റ്റ് കിട്ടിയ ടൈമിലാണ് അടുത്ത 2 ട്രേഡും പ്ലേസ് ചെയ്തത്. ഇത് 1 മിനിറ്റ് എൻട്രി ആണ്, ഇത് 5 മിനിറ്റ് എൻട്രി ആണ്. ഓക്കെ, അതായത് ഒറ്റ ട്രേഡാണ് 2 പൊസിഷനായിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം മൺഡേയിലെ ട്രേഡ് അപ്ഡേറ്റ്സ് ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് പറയാത്തത്. അപ്പോൾ മൺഡേയിലെ ഈ പറഞ്ഞ പോലെ 2 ട്രേഡ്സാണ് നമ്മൾ എടുത്തിരുന്നത്. ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു, രണ്ടാമത്തേൽ $100 പ്രോഫിറ്റായി. സോ ആ ഡേയിൽ നമ്മൾ ഓവറോൾ പ്രോഫിറ്റായിരുന്നു. ഇനി ട്യൂസ്ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുത്തത് ബ്രേക്ക് ഈവൻ ആയി. ഓക്കെ, അതായത് നല്ല രീതിയിൽ ഒന്ന് പമ്പ് ആയായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, മാർക്കറ്റ് റിട്ടേൺ ആയി, ബ്രേക്ക് ഈവൻ ആയി. അപ്പോൾ അതൊന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ട്യൂസ്ഡേയിലെ ട്രേഡ്. ട്യൂസ്ഡേയിൽ 50 മിനിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഒരു അഗ്രസീവായിട്ട് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ലണ്ടനിൽ. ഓക്കെ, അതായത് ഈ ഒരു സോൺ നിങ്ങൾക്ക് അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ഷിഫ്റ്റാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയത്. അതായത് ഷിഫ്റ്റിൻ്റെ ആ ഒരു മൊമെൻറ്റോ. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ നോക്കിയാൽ കാണാം, നേരെ വന്ന് എൻട്രി ട്രിഗറായി, TP പക്ഷേ ഹിറ്റായില്ല. അതിന് വരെ എന്ത് ചെയ്തു, വീണ്ടും ഒന്ന് വന്നു. ഇത്രയും ഒരു മൊമെൻറ്റം കിട്ടിയപ്പോഴത്തേക്കും ബ്രേക്ക് ഈവൻ കയറ്റിയായിരുന്നു സ്റ്റോപ്പ് ലോസ്. ബ്രേക്ക് ഈവൻ വെച്ചുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, തിരിച്ച് മാർക്കറ്റ് വന്നപ്പോഴത്തേക്കും അത് ബ്രേക്ക് ഈവൻ ഹിറ്റായി. ഓക്കെ, അതായത് ഇവിടെ ആയിരുന്നു ഇരുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രോഫിറ്റേ ഉള്ളൂ. ഐ തിങ്ക് അത് $5 സംതിങ് എന്താണ്ട് അന്നത്തെ ഡേയിൽ കിട്ടിയിട്ടുള്ളായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കി കാണാം $5. പിന്നെ തേർഡ്, അതായത് 1 2 3 4 ഫോർത്ത് ട്രേഡ്, ട്യൂസ്ഡേയിലെ ട്രേഡ് എന്ന് പറയാൻ നോട്ട് ഫീൽഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ട്രിഗർ ആയില്ല, അന്നത്തെ ഡേയിൽ ട്രിഗർ ആയില്ല ആ ട്രേഡ്. അപ്പോൾ ട്യൂസ്ഡേയിൽ സത്യം പറഞ്ഞാൽ ചെറിയൊരു പൊസിഷനെ നമുക്കുള്ളായിരുന്നു. ഒരു $5 ഒരു പൊസിഷൻ മാത്രമേ ഉള്ളായിരുന്നു. അടുത്ത വെനസ്ഡേ ആണ്. വെനസ്ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, ഒരു ട്രേഡാണ് എടുത്തിരിക്കുന്നത്. ടോട്ടലി ഇതെല്ലാം കൂടി ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് കൺഫ്യൂഷൻ ആകുന്നത്, അതാണ് തെറ്റായി പോകുന്നത് പറയുമ്പോൾ പെട്ടെന്ന്. ഓക്കെ, വെനസ്ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ഗോൾഡ് തന്നെയാണ്, ന്യൂയോർക്ക് സെഷനിലാണ് എടുത്തിരുന്നത്. അപ്പോൾ അത് നോക്കാം. ഇത് ഐ തിങ്ക് ഇതൊരു 1 മിനിറ്റ് ട്രേഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. 1 സെക്കൻഡ്, അതെ, ഇത് 1 മിനിറ്റിൽ എൻട്രി ആയിരുന്നു. ഇതും സെയിം ഒരു സപ്ലൈ ബ്രേക്ക് കഴിഞ്ഞുള്ള എൻട്രിയാണ്. ചാർട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഒരു 1 അവറിലൊരു സപ്ലൈ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ലെവലിൽ. അതായത് ഈ ലെവലിൽ മാർക്കറ്റ് ഫസ്റ്റ് മിറ്റിഗേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും പമ്പ് ചെയ്ത് വരുന്ന ടൈമിലാണ് നമ്മൾ അവിടെ ട്രേഡ് നോക്കിയത്. അതായത് ഈ ഒരു സോൺ വയലേഷൻ കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഒരു റീട്രേസ്മെൻറ്റ് കിട്ടാം. ഓഫ് കോഴ്സ് എല്ലാ മാർക്കറ്റിലും അല്ലെങ്കിൽ എല്ലാ സമയത്തും മാർക്കറ്റിൽ കാണുന്ന ഒരു പ്രവണതയാണത്. ഓക്കെ, അപ്പോൾ ആ ഒരു സോൺ വയലേഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു എൻട്രി നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, യെല്ലോ ബോക്സിൽ ആ ഒരു സോണുണ്ട്. സോൺ എന്ത് ചെയ്ത് മാർക്കറ്റ് പ്രോപ്പറായിട്ട്
വയലേറ്റ് ചെയ്തു അല്ലേ, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അത് അഗ്രസീവായിട്ട് പുഷ് ചെയ്ത് വയലേറ്റ് ചെയ്തു. തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു, സെയിം ആ ഒരു പുഷ് നടന്ന ഏരിയയിൽ എൻട്രി എക്സിക്യൂട്ട് ചെയ്തു. 1:2 അവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ വെനസ്ഡേയിൽ ടോട്ടലി ഒരു ട്രേഡേ ഉള്ളായിരുന്നു, $95 സംതിങ്, അതിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. അടുത്ത തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേയിൽ ഫസ്റ്റ് ട്രേഡ് പ്രീ ലണ്ടൻ, അത് ഫില്ലായില്ലായിരുന്നു. നോക്കിയാൽ കാണാം, അത് ഫില്ലായില്ല. ചാർട്ടിൽ കാണാം, പക്ഷേ ആ ട്രേഡ് ഫില്ലായിട്ടില്ലായിരുന്നു, ലേറ്റ് ആയിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ലണ്ടനിലാണ്, ക്ലോസ്ഡ് ബൈ TP. ഇവിടെ നോക്കാം. ഓക്കെ, അത് ക്ലോസ്ഡ് TPയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലണ്ടൻ്റെ അത് നോക്കാം ഇനി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ അത് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പ്രോപ്പർ ഈ ഒരു ഫോള് നമ്മൾ വെനസ്ഡേയിൽ എടുത്ത ആ ഒരു ട്രേഡിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പർ ഫോള് സംഭവിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് ലിക്വിഡിറ്റി ക്രിയേഷൻ. അപ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു ഡിമാൻഡ് ബിൽഡപ്പ് ഉണ്ട്. ആ ഒരു ഡിമാൻഡ് സോണിൽ നിന്നുള്ള റിയാക്ഷനാണ് നമ്മൾ ബൈ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ ലണ്ടൻ സെഷനിൽ നോക്കിയത്. അപ്പോൾ ഒരു 5 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം, മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഈ ലെവൽ പ്രോപ്പറായിട്ട് 5 മിനിറ്റിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. 1 സെക്കൻഡ് നോക്കാം, ഇതുണ്ടോ ആ ഒരു ഡിമാൻഡ് പ്രോപ്പറായിട്ട് വയലേഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇമ്പൾസീവ് ഒരു മൊമെൻറ്റം കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പമ്പ് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്, ആ ഒരു റീട്രേസ്മെൻറ്റിലാണ്. അതായത് ഇവിടെ നോക്കിയാൽ ഇപ്പോൾ ഇൻവേഴ്സ് FEG ഒക്കെ അറിയാവുന്നവർക്കറിയാം, ആ ഒരു മെത്തേഡാണിത്. മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു, ആ ലെവലിലോട്ട് റീട്രേസ് ചെയ്തു, TP ഉണ്ടോ, അതായത് 1-2 സെക്കൻഡ് ക്യാനിൽ TP അടിച്ചിട്ടുണ്ട്. അത് പെട്ടെന്നുള്ളൊരു ട്രേഡായിരുന്നു, അതായത് ലണ്ടനിലെ ആ ഒരു മൊമെൻറ്റം പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയൊരു ട്രേഡായിരുന്നു. സോ തേഴ്സ്ഡേയിലെ ട്രേഡ്, ഫസ്റ്റ് ട്രേഡ് മിസ്സായി, സെക്കൻഡ് ട്രേഡ് എന്ത് ചെയ്തു, TP അടിച്ചു. ഓക്കെ, തേർഡ് ട്രേഡ് ഈ പറയുന്ന പോലെ ക്ലോസ്ഡ് ബൈ മാനുവലി ആണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടലി നമ്മൾ തേഴ്സ്ഡേ നോക്കിയാൽ 3 ട്രേഡ്സ് കാണാം. അതായത് ഫസ്റ്റ് ട്രേഡ് ഫില്ലായില്ല, സോ നമ്മുടെ റൂൾ അവിടെ ബ്രേക്ക് ആവുന്നില്ല, കാരണം നമ്മൾ ആ ട്രേഡ് എക്സിക്യൂഷൻ നടത്തിയിട്ടില്ല. രണ്ടാമത്തെ ട്രേഡ് എടുത്തു, മൂന്നാമത്തെ ട്രേഡും എടുത്തു. ഓക്കെ, ടോട്ടലി 2 ട്രേഡ് പ്രാക്ടിക്കലി എടുത്തിട്ടുള്ളൂ, ഒരെണ്ണം എൻട്രി ഫില്ലായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഐ തിങ്ക് ഇത് സ്കാൽപ്പ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതെ, ഇത് ന്യൂസ് ടൈമിലുള്ള ഒരു സ്കാൽപ്പായിരുന്നു, 280 സംതിങ് പ്രോഫിറ്റ്സ്. അപ്പോൾ ഇത് ഒരു 7 PM ഉണ്ടായിരുന്ന ന്യൂസിൻ്റെ ഒരു മൊമെൻ്റ് ആയിരുന്നു. ഈ ഒരു ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്, അൺഫിൽഡ് ആയിട്ടുള്ള അൺബാലൻസ്ഡ് ആയിട്ടുള്ളൊരു റേഞ്ച്. ഈ ലെവലിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എൻട്രി പ്രൈസ് ചെയ്തായിരുന്നു, അതായത് ഇവിടുന്ന് റിജക്ഷൻ കിട്ടിയപ്പോൾ. അതായത് ഒരിക്കലും ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ആ പ്രൈസ് എൻ്റർ ആകുന്ന ടൈമിലല്ല നമ്മൾ എക്സിക്യൂഷൻ നടത്തുന്നത്, സോണിൽ നിന്നുള്ള റിയാക്ഷൻ നോക്കിയിട്ടായിരിക്കും എപ്പോഴും എക്സിക്യൂഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ പ്രോപ്പറായിട്ട് ലോ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു, ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം കാണിച്ചിട്ടുണ്ട്. അതായത് ബൈയിങ് പ്രഷർ, മുകളിലോട്ടാണ് ബൈയിങ് പ്രഷർ കാണിച്ചിട്ടുണ്ട്. അത് അവിടെ എക്സിക്യൂഷൻ നടത്തി സെക്കൻഡ് ക്യാനിൽ തന്നെ അത് TP ഹിറ്റ് ആയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ന്യൂസ് ടൈമിലുള്ള ഒരു സ്കാൽപ്പ് ട്രേഡ് ആയിരുന്നു. അപ്പോൾ അതിന് ലൈക്ക് $271 സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. പിന്നെ ഫ്രൈഡേ നമുക്ക് NFP ഡേ ആയിരുന്നു, അറിയാം. NFP ഡേ ആയതുകൊണ്ട് നമ്മൾ യൂഷ്വലി ട്രേഡ് ചെയ്യാറില്ല. പിന്നെ ലണ്ടൻ സെഷനിൽ ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും കിട്ടിയാൽ എടുക്കും. പക്ഷേ ലണ്ടൻ സെഷനിൽ അന്ന് ഒരു വോളിയം ഭയങ്കര ഡൗൺ ആയിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഭയങ്കര ഡ്രൈ ഡേ ആയിരുന്നു അന്ന് മോസ്റ്റ്ലി, അല്ലെങ്കിൽ യൂഷ്വലി NFP എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡേ ആണ്. പക്ഷേ സ്റ്റിൽ അന്നത്തെ ഒരു സിറ്റുവേഷൻ വളരെ വേസ്റ്റ് ആയിരുന്നു. പക്ഷേ എങ്കിലും നമ്മളൊരു ഷോർട്ട് എൻട്രി അവിടെ പ്ലേസ് ചെയ്തിരുന്നു. അതായത് ആ ഒരു കൺഫർമേഷൻ കഴിഞ്ഞിട്ടാണ്, ഒരിക്കലും ഡയറക്റ്റ് അല്ല, ഒന്നുകൂടെ പറയുവാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ലണ്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ല ഡ്രൈ ആയിരുന്നു. ഇതുണ്ടോ, കൺസോൾട്ടേഷൻ. ഇവിടുന്ന് ഒന്ന് ഫോളായി ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ചെറിയ ട്രേഡ് എടുത്തത്. അത് വളരെ കുറഞ്ഞ റിസ്ക് ആണ് എടുത്തത്, കാരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം TP അടിച്ചിട്ടുണ്ടെങ്കിലും അത് $28 ഉള്ളൂ. അതായത് നോർമൽ 1:2 വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്താ, നമുക്കൊരു ലൈക്ക് $100 ഏൺ ആവേണ്ടതാണ്. അപ്പോൾ ഇത് വളരെ റിസ്ക് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ മോറോവർ നമ്മൾ അക്കൗണ്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതാണ്, ലൈവ് അക്കൗണ്ട്, അതായത് ലൈവ് എന്ന് കൊടുത്തിരിക്കുന്നതാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ ഇത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 85% വിൻ റേറ്റ് ഉണ്ട്. അതിൽ 519 ആണ് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ്. ഇനി എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ഇതാണ്, ഇവിടെ നോക്കിയാൽ കാണാം 519. എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റെ ഇതാണ്, കാൾട്ടറാണ് യൂസ് ചെയ്യുന്നത്, ലൈവ് അക്കൗണ്ട് തന്നെയാണ്. മേ ബി ചില ആൾക്കാർ പറയും ഇത് ഡെമോ അക്കൗണ്ടാണ്, ഡെമോ ട്രേഡിംഗ് ആണെന്നൊക്കെ എനിക്ക് കമൻറ്റിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഡെമോ ട്രേഡിംഗ് അല്ല, ലൈവ് അക്കൗണ്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ട് താഴെ നോക്കിയാൽ XNSൻ്റെ ലൈവ് അക്കൗണ്ടും കാണാം. സോ നമ്മൾ ഈ പറയുന്ന പോലെ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും ചലഞ്ചസിൽ പങ്കെടുക്കുന്ന കുറേ സ്റ്റുഡൻസ് കാര്യങ്ങളും ഉണ്ട്. സോ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ പ്രോപ്പർ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 30 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയിലോട്ട് എത്താൻ പറ്റുമോ ഇല്ലേ എന്ന്
അറിയണം. അതാണ് നമ്മളിവിടെ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുന്ന ഒരു സ്ട്രാറ്റജി. ഓക്കെ, മൊറോവർ ചുമ്മാ റാൻഡമായിട്ട് ഒരു ഡേയിൽ വന്ന് ട്രേഡ് ചെയ്യുന്നതിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യുക എന്നുള്ളത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് എന്ന രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് ഈ പറയുന്ന പോലെ ഈ വീക്ക് പ്രോഫിറ്റ് ആണ് എന്ന് വെച്ചാൽ അടുത്ത വീക്ക് പ്രോഫിറ്റ് ആവണമെന്നില്ല. അടുത്ത വീക്ക് മേ ബി ഒരു ബാഡ് ഡേയ്സ് ആണെങ്കിൽ, അതായത് മാർക്കറ്റ് ഡേയ്സ് ആണെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പൊസിഷൻസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പറഞ്ഞ പോലെ ഈ വീക്ക് ഇപ്പോൾ 10% നമുക്ക് അക്കൗണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. അപ്പോൾ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി, അല്ലേ? അതായത് കഴിഞ്ഞ ആഴ്ച എടുത്ത റിസ്കിൻ്റെ പകുതി എടുത്താൽ മതി. അതാണ് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഈ പറയുന്ന പോലെ 30 ഡേയ്സ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പം നമ്മുടെ അക്കൗണ്ടിന് എത്ര ഗ്രോത്ത് ഉണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് പ്രോഫിറ്റിലാണോ എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. ഈ 30 ദിവസവും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, വാട്ടെവർ നിങ്ങളിപ്പോൾ ലൈവ് അക്കൗണ്ടിൽ ചെയ്തോട്ടെ, ഡെമോ അക്കൗണ്ടിൽ ചെയ്തോട്ടെ, റൂൾസ് ആർ റൂൾസ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക, റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്യാതിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സേഫ് ട്രേഡിംഗ്.